ഹലോ ഫ്രണ്ട്സ്, മാസ്റ്റർ ബ്രെയിൻ പി എസ് സിയിലേക്ക് സ്വാഗതം. മാസ്റ്റർ ബ്രെയിൻ പി എസ് സിയിൽ ഇന്ന് പറയപ്പെടുന്നത് SCERT സിലബസിലെ 8ാം ക്ലാസ്സിൻ്റെ ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ചാപ്റ്ററാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ഇന്ത്യയിലെ കാർഷിക കാലങ്ങളാണ്. ഇന്ത്യയിൽ പ്രധാനമായും 3 കാർഷിക കാലങ്ങളാണുള്ളത്: ഖാരിഫ്, റാബി, സയ്ദ് വിളകൾ. ഇത് പ്രധാനമായും വിളയിറക്ക കാലവും വിളവെടുപ്പ് കാലവും പ്രധാന വിളകളുമാണ് ഇതിലൂടെ പറയുന്നത്. ഖാരിഫ് വിളകൾ ജൂണിൽ മഴയുടെ ആരംഭത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. നവംബർ ആദ്യവാരം മൺസൂണിന്റെ അവസാനത്തോടുകൂടി വിളവിറക്കും. പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാലമാണ് റാബി വിളകൾ. നവംബറിന്റെ മധ്യം ശൈത്യകാല ആരംഭത്തിൽ ഇവ വിളവ് ആരംഭിക്കുന്നത്. അതായത് മാർച്ച് വേനലിന്റെ ആരംഭത്തോടെ വിളവെടുപ്പ് നടക്കുന്നതാണ്. പ്രധാനമായും ഉത്തരേന്ത്യയിലാണ് ഇത് നടക്കപ്പെടുന്നത്. ഗോതമ്പ്, പുകയില, കടുക്, പയറ് വർഗ്ഗങ്ങളെന്ന്. മൂന്നാമത്തെ കാലം എന്നത് സൈദാണ്. മാർച്ച് വേനലിന്റെ ആരംഭത്തിലാണ് ഇവ ആരംഭിക്കുന്നത്. ജൂണിൽ ഇവ വിളവെടുക്കപ്പെടുന്നു. പഴങ്ങളും പച്ചക്കറികളും പ്രധാനമായും ഈ ഒരു കാലഘട്ടത്തിലാണ് വിളവെടുക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ PSCയിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. അതായത് എല്ലാ സിലബസിലും ഈ ഒരു ഇന്ത്യൻ കാർഷിക കാലങ്ങളും വിളകളും അവയുടെ സമയങ്ങളും ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് അടിച്ച് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ജിയോഗ്രഫി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഇവയുടെ മണ്ണിനങ്ങളും അതുപോലുള്ള പ്രത്യേകതകൾ ഏത് ഭൂപ്രദേശത്താണ്, ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ഏത് ഭൂപ്രദേശത്താണ് ഇവ കൃഷി ചെയ്യുന്നതും എന്നുള്ളതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകൾ തന്നെയാണ്. പ്രധാനമായും നെല്ല് വിളകൾ ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണിലാണ് ഇവ കൃഷി ചെയ്യപ്പെടുന്നത്. 24 ഡിഗ്രി മുകളിലാണ് ഇതിന്റെ ഊഷ്മാവിന്റെ ആവശ്യം. മഴയെന്ന് പറയുന്നത് 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ആവശ്യമാണ്. ജലസേചന സൗകര്യം ഉപയോഗിച്ചും കൃഷി ചെയ്യാം. ഭക്ഷ്യവിളകൾ 1ാം സ്ഥാനമാണ് നെല്ലിന് ഇന്ത്യയിലുള്ളത്. അതേപോലെ തന്നെ ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഒറീസ, ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യപ്പെടുന്നത്. ഗോതമ്പ് എന്ന് പറയുന്നത് റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് അതിന് ആവശ്യം എന്ന് പറയപ്പെടുന്നത്. ഗോതമ്പിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കാര്യമായ മഴയുടെ ആവശ്യമൊന്നും ഇല്ലാതാണ്. 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിന് ഊഷ്മാവ് ആവശ്യമാണ്. 75 സെന്റിമീറ്റർ മഴ ആവശ്യം മാത്രമാകുന്നുള്ളൂ. അതേപോലെ തന്നെ സവിശേഷം എന്ന് പറയപ്പെടുന്നത് ശൈത്യകാല വിളയായതിനാൽ ജലസേചനത്തെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നു. ഭക്ഷ്യവിളയിൽ 2ാം സ്ഥാനം. ഇന്ത്യ തലത്തിൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗോതമ്പാണ്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇവ കൃഷി ചെയ്യപ്പെടുന്നത്. ചോളം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു ഖാരിഫ് വിള തന്നെയാണ്. നീർവാർച്ചയുള്ള മണ്ണിലാണ് ഇവ കൃഷി ചെയ്യപ്പെടുന്നത്. 75 സെന്റിമീറ്റർ മഴയും അതേപോലെ തന്നെ ഭക്ഷ്യവിളയിൽ 3ാം സ്ഥാനവുമാണുള്ളത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇവ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഏറ്റവും വളരെ ഒരു ചുരുക്കിയുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഹോട്ട് ടോപ്പിക്സിൻ്റെ അല്ലെങ്കിൽ PSCയുടെ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ബേസിക് ആയിട്ടുള്ള SCERT ഒരു കണ്ടന്റുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഏത് എക്സാമുകളിലും സിലബസിൽ കാണപ്പെടുന്ന ഒരു പോർഷൻ തന്നെയാണ്. അതായത് ഖാരിഫ് വിളകൾ പഠിക്കുക, റാബി വിളകൾ പഠിക്കുക, സയ്ദ് വിളകൾ പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഈ നെല്ല്, ഗോതമ്പ്, ചോളം എന്നത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിൻ്റെയാണ് 2ാമത്തെ പട്ടികയിൽ പറയപ്പെടുന്നത്. ആദ്യത്തെ പട്ടികയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക.